സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഓഫീസിലേക്ക് വരുമ്പം അന്ന് അവധിയാണെങ്കിലും എനിക്ക് ഓഫീസുണ്ടായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോൾഗാട്ടി ഗോശ്രീ പാലം ഉണ്ടല്ലോ, പാലത്തിൽ വെച്ചിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ഞാൻ വരുന്ന എൻ്റെ കാറിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോലീസിൻ്റെ ഒരു പട്രോളിംഗ് വെഹിക്കിൾ വരുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ദേശീയ പതാക വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാഗ് മറ്റേ മന്ത്രിമാർക്കിലേക്ക് വെക്കുന്ന അതേപോലെ ഫ്ലാഗ് വെച്ചിരിക്കുകയാണ്. അപ്പം സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് ഇവർ അറിയാതെ ചെയ്തതാണെന്ന് മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എന്തായാലും അവർ ചെയ്യത്തില്ലെന്നേ അറിയാം. പക്ഷേ എന്നാലും നിയമം നടപ്പാക്കേണ്ട പോലീസുകാരാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ നിയമലംഘനമായിട്ട് കണ്ടത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. ആ പോലീസുകാർ തന്നെ നിയമലംഘനം നടത്തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നു, കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസ് ഹൈക്കോടതിയുടെ കോമ്പാർ ജംഗ്ഷനിലാണ്, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷൻ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നപ്പോൾ ഉണ്ട് അടുത്തത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ പോലീസിലെ SHO ജീപ്പ് ഇതേപോലെ കൊടിയും വെച്ച് കയറി പോകുന്ന ആ പോലീസ് സ്റ്റേഷനോട്ട് അകത്തേക്ക് വന്ന് കയറുന്നു. ഒരു അവയർനെസ്, കാരണം ഇതിങ്ങനെ വാഹനങ്ങളിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ സാധാരണ അല്ലെങ്കിൽ പാർട്ടിക്കാരെയൊക്കെ കൊടി പോലെ കെട്ടിക്കൊണ്ട് പോകാനുള്ളൊരു സാധനമല്ല. അങ്ങനെ ഒരു അവയർനെസ് എല്ലാവർക്കും വരണം. പോലീസുകാർക്ക് പോലും ഇത് അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്.